നമുക്കിനി മറ്റൊരു പ്രതികരണത്തിലേക്ക് പോകാം. സംവിധായകൻ മേജർ രവിക്കെതിരെ തുറന്നടിച്ച മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. ഓന്തിനെ നാണിപ്പിക്കുന്ന രീതിയിൽ നിറം മാറുന്നയാളാണ് മേജർ രവി എന്നാണ് വിമർശനം. മേജർ രവിയുടെ താല്പര്യം മോഹൻലാലിൻ്റേതാണെന്ന പ്രചാരണം തെറ്റാണ്. സെൻസിറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കി ആളാകാനുള്ള ശ്രമമാണ് മേജർ രവിയുടേതെന്നും മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി. വിഷ്ണു സുരേഷാണ് ചേരുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാലേട്ടനാണ്, അവരുടെ ഒരു വികാരമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള എന്ത് പരാമർശങ്ങളും അവരെ വേദനിപ്പിക്കും, രോഷം കൊള്ളിക്കും. അതാണിപ്പോൾ കാണുന്നത് അല്ലേ? എന്താണ് അവരുടെ ഒരു നിലപാട്? സ്മിത, ഈ ചിത്രം കണ്ട് പുറത്തിറങ്ങിയ മേജർ രവി പൃഥ്വിരാജിനെയും ഈ സിനിമയെയും മോഹൻലാലിനെയും ഒക്കെ വാനോളം പുകഴ്ത്തിയിരുന്നു. പക്ഷെ പിന്നാലെ വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു യൂട്ടേൺ എടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതാണ് നിലവിൽ മോഹൻലാൽ ഫാൻസിനെ ചൊടിപ്പിച്ചത്. ഓന്ത് പോലും ഇങ്ങനെ നിറമാറില്ല എന്നാണ് മോഹൻലാൽ ഫാൻസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതിരൂക്ഷ വിമർശനം മേജർ രവിക്കെതിരെ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഇപ്പോൾ പുറത്തുവിടുന്ന ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രം എന്നാണ് ഫാൻസ് അസോസിയേഷൻ പറയുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് അവരുടെ പ്രതികരണം. ഇന്നലെ പൃഥ്വിരാജിന്റെ മാതാവും നടിയുമായ മല്ലിക സുകുമാരനും മേജർ രവിക്കെതിരെ അതിരൂക്ഷ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഒരു നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ല എന്ന് മേജർ രവി പറഞ്ഞതിന്റെ പശ്ചാത്തലം എന്താ എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. ഇത്തരക്കാർ ഈ പൃഥ്വിരാജിനെ അടക്കം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഇന്ധനം പകരുന്ന ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നു എന്ന് മല്ലിക സുകുമാരന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേജർ രവി സ്വീകരിച്ച നിലപാടുകളിൽ കൂടി കടുത്ത അതൃപ്തി പുകയുകയാണ്. അദ്ദേഹം മോഹൻലാലിന്റെ നിലപാട് പറഞ്ഞു എന്ന തരത്തിലൊരു നെഗറ്റീവ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് മോഹൻലാലിന്റെ നെഗറ്റീവ് അല്ല എന്നാണ് ഇപ്പോൾ ഫാൻസ് അസോസിയേഷനുകൾ പറയാൻ ശ്രമിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ സിനിമ ഇറങ്ങുന്നു, അതിന് മുൻപ് തന്നെ വലിയൊരു ഓളമായിരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ഈ വിമർശനങ്ങൾ, പരാമർശങ്ങളൊക്കെ തന്നെ വരുന്നു. അനുകൂലിച്ച് അതുപോലെ പ്രതികൂലിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കമൻസ് കാണുന്നുണ്ട്. ഓരോരുത്തരുടെ പ്രതികരണങ്ങളും ഇന്നിപ്പോൾ നമ്മൾ പലരായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു.